Okay, I did. Hello guys and welcome back to my YouTube channel. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ്? എങ്ങോട്ട് അക്ഷിതയെ പോകുന്നത്? മൈസൂരേക്കാണ് പോകുന്നത്. എന്തിനാ പോകുന്നതെന്നറിയോ? നമ്മൾ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് മൈസൂർക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ടാക്കിയതേ ഉള്ളൂ. ഇനി ഒരു 5 hours കഴിഞ്ഞാൽ നമ്മൾ മൈസൂർ മടിക്കേരി ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ടിങ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ നമ്മൾ കാസർഗോഡ് നിന്ന് നേരെ പോകുന്നത് മൈസൂർക്കാണ്. നമ്മൾ സുള്ളിയ വഴിയാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴി ഉറൂസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അക്ഷിത എൻ്റെ അളയപ്പൻ്റെ മോളാണ്. അതുപോലെ തന്നെ അച്ചുവും കൂടിയാണ് പോകുന്നത്. ഇവൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി നമ്മളിപ്പോൾ സുള്ളിയ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ അങ്ങനെ മടിക്കേരി എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെൻസ് കാർട്ടിൽ കയറിയിട്ട് വെറുതെ സ്പെക്സ് നോക്കാൻ വേണ്ടി കയറിയാണ്. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് വീണ്ടും 3 മണിക്കൂറങ്ങാൻ മറ്റും പോകാനുണ്ട്. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മടിക്കേരിയിൽ നിർത്തിയിട്ടുണ്ട്. KFC ആണ് കഴിക്കാൻ പോകുന്നത്. ഇനിയും 3 മണിക്കൂറുണ്ട്. നമ്മളടുത്ത് വീഡിയോഗ്രാഫേഴ്സ് താമര ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താമര തപ്പിപ്പോയി. പക്ഷേ ഇവിടുന്ന് നമുക്ക് താമര കിട്ടിയിട്ടില്ല. സോ ഞാൻ മുല്ലപ്പൂല് അഡ്ജസ്റ്റ് ആക്കി. എന്നിട്ട് നമ്മൾ എത്തുമ്പോൾ നല്ല ലേറ്റായി. നമ്മുടെ റൂം ഗൈസ്, ഞങ്ങൾ റെഡിയായി. നോക്കൂ, നമ്മൾ ഇന്നലെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം ഞാനും അക്ഷിതയും രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് അമ്മേനെയും ചേച്ചീനെയും ഒക്കെ വീഡിയോ കോളാക്കിയിട്ട് സാരി ഉടുപ്പിച്ച് സാരിയൊക്കെ എങ്ങനെയല്ലോ ഉടുത്തിട്ട് നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തി. അപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പറയാണ്ട് വയ്യ ഗൈസ്, അടിപൊളി സ്ഥലമാണ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. എൻ്റെ കയ്യിൽ ഏത് സൈസ് ചെരുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല ഹൈറ്റിന്. അങ്ങനെ നമ്മൾ ഈ കൊടും തണുപ്പിൽ തുടങ്ങി ഗൈസ് നമ്മുടെ എന്താ പറയുക ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. സോ ഇതിൻ്റെ ഇടയിൽ ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ ചില ക്ലിപ്സൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇവർ നമ്മളടുത്ത് നടക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഇവരെടുത്ത പിക്കാണ് കേട്ടോ. ഇവരെടുത്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടയിലിടയിൽ ഷെയർ ചെയ്യുന്നത്.
ഇത് ബിഹൈൻഡ് ദ സീൻസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒറിജിനൽ ഓഡിയോ ആണ്, ഒറിജിനൽ വീഡിയോ ആണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ചില സ്ഥലത്ത് ഞാൻ ആഡ് ആക്കിയിട്ടുള്ളത്. ಸ್ವಲ್ಪ ಓಕೆ. ഞങ്ങളെ നാട്ടിൽ ഇതേപോലെ തന്നെയാണ്. അച്ഛട്ടോ മാനങ്ങല്ലേടാ അക്ഷരാണ്. ണ്ടല്ലോ ഒന്നുകൂടെ ഇവിടെ ഒരു ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? തളർന്നു പോയി, ഭയങ്കര തണുപ്പ്, അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്ത കുറച്ച് ഷോർട്സാണ് ഞാൻ ഇവിടെ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടുന്ന് എടുത്തതാണ്. ഇനി അടുത്ത കോസ്റ്റ്യൂമിലാണ് ഇനി നെക്സ്റ്റ് പ്ലേസിൽ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ഇനി ചിലപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുണ്ട്. കോലം എല്ലാം വരച്ചിട്ടുണ്ട്. വെയിൽ കൊള്ളുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, പക്ഷെ വെയിലില്ലാത്ത സ്ഥലത്തും ഒടുക്കത്തെ തണുപ്പും, ഡെഡായി. സോ പാക്കപ്പ് ആൻഡ് ഗോയിങ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. അടുത്ത ലൊക്കേഷനിലേക്ക് പോവാന്ന്. ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു ഡ്രസ്സിങ് റൂമാണ് ഉണ്ടായത്. ഞാനും അക്ഷതയും കൂടിയിട്ട് ആ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാരി പെട്ടെന്ന് ചേഞ്ച് ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പോലെയല്ല, രാവിലെ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ സാരി മാറ്റിയിരുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് ഷടപടേന്ന് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ക്ഷീണമായിപ്പോയി, നല്ല വെയിലും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്കവിടെ ചെറിയൊരു കട ഉണ്ടായതുകൊണ്ട് തൽക്കാലം എന്തോ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ സമയം ഏകദേശം 11:45 12 മണി ആയതുവരെ നമ്മൾ ചായ കുടിച്ചിട്ടില്ല. രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയത്? വെച്ചത് 6:30 ഇറങ്ങി തുടങ്ങിയതാണ്. ഇപ്പം ഒന്ന് കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. ഇനിയിപ്പോൾ ലഞ്ച്, ബ്രഞ്ചും ഉണ്ടായിരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റും ഇല്ല. അപ്പം ശരി, ബൈ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഞാൻ ലാസ്റ്റ് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസും കുറച്ച് ഫോട്ടോസും ഷെയർ ചെയ്യുന്നതായിരിക്കും.